ഹായ്, എല്ലാവരും സുഖമല്ലേ? ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടയെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ മാസം, അതായത് ജനുവരി 11 ഒരച്ഛനും മോളും ആത്മഹത്യ ചെയ്തതല്ലേ. അതായത് 6 വയസ്സായൊരു കുട്ടി, 36 വയസ്സായ ഒരാൾ ചെക്കനുമാണ് മരിച്ചത്. അത് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി, രണ്ടാളിനെയും കൊണ്ടുപോയപ്പോൾ ആ മോള് പീഡിക്കപ്പെട്ടു എന്നുള്ളത്, പീഡിക്കപ്പെട്ടു എന്നും മരിക്കണതിൻ്റെ മണിക്കൂർ മുപ്പാടും കൂടി ആ കുട്ടി പീഡിക്കപ്പെട്ടിട്ടുണ്ട്. 1 വർഷമായി ആ കുട്ടി പീഡിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ വാർത്തയിൽ ഞാൻ കേൾക്കാനിടയായത്. ഈ അമ്മ അറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇത് അച്ഛൻ തന്നെയാണ് എന്തായാലും ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണല്ലോ അവൻ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് ആ കുട്ടിനെ കൊന്ന് അവനും ആത്മഹത്യ ചെയ്തത്. വേറെ ഒരുത്തനെയാണ് വന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെയല്ലേ കൊല്ലേണ്ടത്, അച്ഛൻ. ഇതിപ്പോൾ അതല്ലല്ലോ ചെയ്തിരിക്കുന്നത്. ഞാൻ പെൺകുട്ടികളുടെ കാര്യമാണ് കേട്ടോ പറയണത്. ഒരമ്മയുടെ വയറ്റിൽ ഉണ്ടായി ആ അമ്മ കുറേ വേദന തിന്ന് ആ കുട്ടിനെ, ആ മോളിനെ പ്രസവിച്ചെടുത്ത് ചെറുപ്പം ഒരു 10-12 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ പ്രായപൂർത്തിയാവുകയാണ്. പ്രായപൂർത്തിയാകുമ്പോൾ തന്നെ വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു വേദന തിന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു നല്ല വീട്ടിലാണ് ജനിച്ചെങ്കിൽ കുഴപ്പമില്ല. നല്ല അച്ഛനായിരിക്കണം. നല്ല വീടാണെങ്കിലും കാശുണ്ടെങ്കിലും അച്ഛനും ആങ്ങളമാരും നല്ലവരായിരിക്കണം. ഇന്ന് ആര് നല്ലവർ ആര് കെട്ടവർ എന്ന് ആർക്കും അറിയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. കാശുണ്ടെങ്കിലും ആ വീട്ടിലുണ്ട് മയക്കുമരുന്ന്, കഞ്ചാവ്, കള്ള്, അങ്ങനെ എല്ലാം ഉണ്ട്. ആ ഉപയോഗിക്കുന്ന ആൾക്കാർ നല്ലവരാണെങ്കിൽ സുരക്ഷിതമാണ് അവിടെ പെൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ അവിടെയും സുരക്ഷിതമല്ല. ഞാൻ പറയാൻ വന്നത്, ജനിക്കുമ്പോൾ തൊട്ടിട്ടുള്ള അവസാനം ശ്വാസം വരെ പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇങ്ങനെ അച്ഛന്മാരുണ്ടെങ്കിൽ അച്ഛനെ പേടിക്കണം, ഇങ്ങനെ ആങ്ങളമാരുണ്ടെങ്കിൽ ആങ്ങളമാരിനെ പേടിക്കണം, റോട്ടിൽ കൂടെ നടക്കുമ്പോൾ പേടിക്കണം, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് പേടിക്കണം. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാലോ നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലെങ്കിൽ അവൻ കള്ളുകൂടിയാണെങ്കിൽ അവൻ്റെ അടിയും ഇടിയും അത് കൊള്ളണം. അപ്പം മൊത്തത്തിൽ ഞാൻ പറയുന്നത്, പെൺകുട്ടികൾ ജനിച്ച് മരിച്ച് ആറടി മണ്ണിൽ പോണവരെ ആ പെൺകുട്ടികൾ അനുഭവിക്കുന്ന വേദന ഞങ്ങളെ പോലെയുള്ള മിഡിൽ ക്ലാസ് ഫാമിലിക്ക്, കള്ളു കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അനുഭവിക്കുന്ന വേദനകൾ പറഞ്ഞാൽ തീരില്ല. അത് എനിക്ക് ആ കുട്ടീനെ അങ്ങനെ ചെയ്തു, അവനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമമായി. എന്തോ അറിയില്ല, അത് ജനിപ്പിച്ച ഒരച്ഛൻ തന്നെ എങ്ങനെ ചെയ്ത് കൊന്നുകളയെന്ന് പറയുമ്പോഴേ സഹിക്കാൻ പറ്റുന്നില്ല ആ വേദന എനിക്ക്. കാരണം എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, അതവൾക്ക് 2 പേരക്കുട്ടികളുടെ പെൺകുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഓക്കെ, ബൈ. ഇതിൽ പകുതി ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെൻറ്റിനുണ്ട്. പോലീസുകാരെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് പോലീസുകാരൻ, SI ആണ്. അയാളാണ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അവർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആരുടെ അടുത്താണ് പോവുക? കംപ്ലൈൻറ്റ് പറയാൻ നമ്മൾ ആരുടെ അടുത്താണ് പോവുക? അപ്പോൾ നമ്മുടെ ഇതിലേറ്റവും കൂടുതൽ തെണ്ടിത്തരം ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. അയാളുടെ മൂക്കിൻ്റെ കീഴെയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അയാൾക്കൊരു ഉത്തരവാദിത്വമില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ അവിടുത്തെ നിയമവ്യവസ്ഥ വളരെ വീക്കാണ്. മനസ്സിലായില്ലേ? ഈ മരിച്ചവരിനെ വർഷങ്ങളോളം കൊണ്ട് നടന്ന് ഞാൻ പറയുകയാണെങ്കിൽ കൊന്നവനെ കൊല്ലണം. പൊതുവേ ഈ മക്കളിനെ എങ്ങനെ ചെയ്യുന്നവരിനെയൊക്കെ ശരിക്ക് കഴുത്തറുത്ത് കൊല്ലണം ഇവരിനെയൊക്കെ. എന്നാലേ ഈ നിയമങ്ങൾ കുറേയൊക്കെ, അല്ലെങ്കിൽ നാട്ടുകാരുടെ അടുത്ത് വിട്ടു കൊടുക്കണം. നിങ്ങളെന്നാൽ എന്താ പറഞ്ഞാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. അതൊന്നുമില്ല. ഈ നിയമം എങ്ങടാ പോണത്, എന്താണ് ഈ മന്ത്രിമാർ ചെയ്യുന്നത് എന്നും നമുക്ക് അറിയുന്നില്ല. ഈ മിഡിൽ ക്ലാസ് ഫാമിലികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് പോണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഓക്കെ, ബൈ. എന്തോ മനസ്സിന് ഭയങ്കര വിഷമം.
ശരി.